പറഞ്ഞു. ഇബാദത്ത് എന്നാൽ ത്വാഅത്താണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അയാൾ അബദ്ധം പറഞ്ഞു എന്നാണ്. ഇബാദത്ത് എന്നതിന് അനുസരണം ത്വാഅത്ത് എന്ന അർത്ഥം സങ്കല്പിച്ചാൽ അയാൾ അബദ്ധം പറഞ്ഞു എന്ന് ഉമർ മൗലവി സാഹിബ് ഇതിന് പരിഭാഷ നൽകിയത് തെറ്റാണ്, കൃത്രിമമാണ്, വ്യാജമാണ്. കാരണം ഇബാദത്തിന്റെ 3 അർത്ഥങ്ങളിൽ ഒന്നാണ് യഥാർത്ഥത്തിൽ അനുസരണം എന്നത്. ഇക്കാര്യം നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. വിദ്യാർത്ഥികളും അധ്യാപകരും കെട്ടിടവും അധ്യാപനവും അധ്യയനവും എല്ലാ വിദ്യാഭ്യാസത്തിന്റെ സകല സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഒരു സ്കൂൾ. സ്കൂൾ എന്നാൽ വിദ്യാർത്ഥികളാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അബദ്ധമാണെന്ന് പറഞ്ഞാൽ തീർത്തും ശരിയാണ്. സ്കൂൾ എന്നാൽ കെട്ടിടമാണെന്ന് പറഞ്ഞാൽ അത് അബദ്ധമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തീർത്തും ശരിയാണ്. കാരണം കെട്ടിടവും വിദ്യാർത്ഥികളും അധ്യാപകരും പാഠ്യപദ്ധതിയും സ്കൂൾ നടത്തിപ്പിന്റെ സംവിധാനവും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് സ്കൂൾ. അത് തന്നെയാണ് ഇബാദത്തെ സംബന്ധിച്ചിടത്തോളം. ആരാധനയും അനുസരണവും അടിമവേലയും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇബാദത്ത്. അതുകൊണ്ട് ഇബാദത്ത് എന്നാൽ അത് അനുസരണമാണ്, ത്വാഅത്ത് ആണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ അബദ്ധം പറഞ്ഞു എന്നാ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ലിഅന്ന ജമാഅത്തൻ അബദു അൽ മലായികത, ഒരു സംഘം ആളുകൾ മലക്കുകളെ ആരാധിച്ചു, വൽ മസീഹ, മറ്റൊരു സംഘം യേശുവിനെ ആരാധിച്ചു, വൽ അസ്നാമ, വിഗ്രഹങ്ങളെയും അവർ ആരാധിച്ചു. അവർ ഇബാദത്ത് ചെയ്തു. പക്ഷെ ഒമാ അതാഉഹും, എന്നാൽ അവരാരും മലക്കുകളെ അനുസരിച്ചിട്ടില്ല, ഈസാ അലൈഹിസ്സലാമെ അനുസരിച്ചിട്ടില്ല, വിഗ്രഹങ്ങൾ അനുസരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇബാദത്ത് എന്നാൽ അനുസരണം എന്ന് ആരെങ്കിലും അർത്ഥം പറഞ്ഞാൽ എന്നാൽ ഇബാദത്ത് എന്നാൽ അനുസരണമാണെന്ന് ആരെങ്കിലും വാദിച്ചാൽ, അർത്ഥം പറഞ്ഞാൽ എന്നല്ല പറഞ്ഞു, ഒമൻ സഅമന, ആരെങ്കിലും വാദിച്ചു അന്നഹ അത്വാ, ഇബാദത്ത് എന്നാൽ ത്വാഅത്താണെന്ന് ആരെങ്കിലും വാദിച്ചാൽ അത് തെറ്റാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്താ ഇമാം റാസി അവിടെ തന്നെ പറഞ്ഞത്? വലാകിൻ ഫിശ്ശറ, എന്നാൽ ഇസ്ലാമിക ശരീഅത്തിൽ സ്വാറത്ത് ഇബാദത്ത് എന്ന പദം ആയിരിക്കുന്നു ഇസ്മൻ ലികുല്ലി ത്വാഅത്തില്ല, അല്ലാഹുവിനുള്ള എല്ലാ അനുസരണത്തിനുമുള്ള പേരായിരിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവം? ഇബാദത്ത് എന്ന ഇസ്ലാമിക ശരീഅത്തിൽ അല്ലാഹുവിനുള്ള എല്ലാ അനുസരണത്തിനുമുള്ള പേരായി മാറിയിരിക്കുന്നു. അതിന് കാരണം എന്താ? അല്ലാഹുവിനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ. ഇബാദത്ത് എന്ന പദത്തിന്റെ 3 അർത്ഥങ്ങളിൽ ഒന്നാണ് ഇതാഅത്ത്, അനുസരണം എന്നത്. ഇബാദത്ത് എന്നാൽ ഇതാഅത്താണെന്ന് ജമാഅത്ത് ഇസ്ലാമി ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇബാദത്തിന്റെ 3 അർത്ഥങ്ങളിൽ ഒന്നാണ് ഇതാഅത്ത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനെതിരായ ഒരു കാര്യവും തഫ്സീർ റാസിയിൽ കാണുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ബഹുമാന്യനായ ഉമർ മൗലവി സാഹിബ് ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കാൻ വേണ്ടി ഇമാം റാസിയുടെ പേരിൽ വ്യാജം ആരോപിക്കുകയും കെട്ടിച്ചമക്കുകയുമാണ് ചെയ്തത്. ഇത് മുജാഹിദ് സഹോദരന്മാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഗുരുതരമായ അബദ്ധമാണ്. സഹോദരങ്ങളെ, ആരാണ് ഇപ്പൊ റാസിയുടെ പേര് വ്യാജാരോപണം പറഞ്ഞത്? ആരാ പറഞ്ഞത്? നിങ്ങൾ നോക്കൂ, എന്താ റാസി പറയുന്നത്? വമൻ ജാമ അന്നഹ അത്താ ഫഖദ അഖ്താ. ഞാൻ ആദ്യം പിടിക്കുന്നത് അദ്ദേഹം പറയുന്നത് വമൻ ജാമ, ഒരാൾ ജൽപ്പിച്ചു, അന്നഹ അത്താ, തീർച്ചയായും ഇബാദത്ത് അത് താഅത്താണെന്ന് ആരെങ്കിലും ജൽപ്പിച്ചാൽ ഫഖദ അഖ്താ, അവൻ തെറ്റു പറഞ്ഞു. അവൻ പറഞ്ഞത് ശരിയല്ല, അവന് തെറ്റിപ്പോയി, പിഴച്ചുപോയി. ഇത്രയും പറഞ്ഞ് റാസി നിർത്തിയിരുന്നെങ്കിൽ എന്താക്കാം? പറഞ്ഞ ഉദാഹരണം ഒപ്പിക്കാം. എന്ത്? അത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്തല്ല അത് പര്യായമല്ല. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അനുസരണം എന്നല്ല, അല്ലെങ്കിൽ അതിന്റെ പര്യായമായി അവതരിപ്പിച്ചല്ല. ഏതുപോലെ സ്കൂൾ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എന്നാണോ, സ്കൂൾ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ എന്നാണോ? നേരെ മറിച്ച് അധ്യാപനവും അതുപോലെ തന്നെ വിദ്യാർത്ഥിയും കെട്ടിടവും ബെല്ലും ഒക്കെ കൂടി ചേർന്നാണ് എന്ത്? സ്കൂള്. ഇതെല്ലാം കൂടി ചേർന്നാണ് സ്കൂൾ. ഇതുപോലെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അടിമത്തവും അനുസരണവും ആരാധനയോടും കൂടി ചേർന്നാണ് ഇബാദത്ത് എന്നാണ് റാസി പറഞ്ഞത്. ഇവിടെ നിങ്ങൾ ഉദാഹരണം പറഞ്ഞങ്ങനെ ബാക്കി ഞാൻ പറഞ്ഞില്ലേ, മൂപ്പരൊരു വാക്കങ്ങ് വായിക്കും, പിന്നെ ബാക്കി മൂപ്പര് കൂടെ പറയും. ഇതാണ് റാസി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു പോകാൻ എവിടെ? നിങ്ങൾ പറഞ്ഞ അധ്യാപകനും അതുപോലെ വിദ്യാർത്ഥിയും കെട്ടിടവും ഒക്കെ കൂടി ചേർന്നാണ് സ്കൂള്. ശരി, അങ്ങ് മനസ്സിലായി. എന്നിട്ട് നിങ്ങൾ അതിന് ചോട്ടി പറഞ്ഞ എന്താണ്? ഇബാദത്ത് അഥവാ അടിമത്തവും ആരാധനയും അനുസരണവും കൂടി ചേർന്നാണ് ഇബാദത്ത്, അല്ലാതെ അനുസരണം മാത്രമല്ല ഇബാദത്ത്. ഇതാണ് റാസി പറഞ്ഞത്. അതെവിടെ? അതില്ല. ഇനി നിങ്ങൾ പറഞ്ഞ ആ വിശദീകരണമല്ലോ, അത് ഫിറ്റാകണമെങ്കിൽ, ആ ഉദാഹരണം ഫിറ്റാകണമെങ്കിൽ വമൻ ജാമ അന്നഹ അത്താ ഫഖദ് അഖ്താ എന്ന് പറഞ്ഞിട്ട് റാസിമ നിർത്തിയിരുന്നെങ്കിൽ ഓക്കെ. പക്ഷെ റാസിമ പിന്നെ പറയാണ് അന്ന ജമാഅ അബദു അൽ മലായിക വൽ മസീഹ് വൽ അസ്നാം.
തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ അവർ മലക്കുകളെ ആരാധിച്ചിട്ടുണ്ട്, മലക്കുകളെ ഈസാ നബി ആരാധിച്ചിട്ടുണ്ട്, അതുപോലെ വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടുണ്ട്. വമാ അതാഊഹു എന്ന് അവരെ അനുസരിച്ചിട്ടില്ല, അവരെ അനുസരിച്ചിട്ടില്ല. അപ്പൊ അനുസരണം എന്തല്ല? ഇബാദത്തല്ല. അങ്ങനെ അനുസരണം ഇബാദത്താകണമെങ്കിൽ ഈസാ നബിയെ ധിക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ആരാധിച്ചവരെന്താകണം? ഇബാദത്ത് ചെയ്യാത്തവരാകണം. ഇനി ആദ്യം ഇബാദത്താണെന്ന് സംബന്ധിച്ചാൽ അനുസരണക്കേട് ഇബാദത്താന്ന് പറയണം. അപ്പോൾ ഇബാദത്ത് എന്തല്ല? അനുസരണമല്ല. ഇബാദത്ത് എന്തല്ല? അനുസരണമല്ല, അനുസരണക്കേടുമല്ല എന്ന് പറഞ്ഞു. അപ്പോ ശൈഖിന് സംശയം, എന്ത്? വലാകിൻ, എന്നാൽ മതത്തിൽ അല്ലെങ്കിൽ ശരീഅത്തിൽ ശറഇൽ സാറത്ത് ഇസ്മൻ ലികുല്ലി തആത്തില്ലാ, അല്ലാഹുവിനുള്ള മുഴുവൻ അനുസരണത്തിനുമുള്ള പേരായിരിക്കുന്നു. കണ്ട അവിടെ അനുസരണം കണ്ടില്ലേ? അനുസരണം കണ്ടില്ലേ? എന്താ പറയാ? ശറഇൽ അല്ലാഹുവിനുള്ള മുഴുവൻ അനുസരണത്തിന്റെയും നാമമായിരിക്കുന്നു എന്ത്? എന്ത്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ അനുസരിക്കാതെ അള്ളാഹുവിന് ആരാധനയില്ല. അള്ളാഹുവിനുള്ള ആരാധനകൾ അള്ളാഹുവിനുള്ള അനുസരണമാണ്. അള്ളാഹുവിനെ അനുസരിക്കാതെ ഒരിക്കലും അള്ളാഹുവിനെ ആരാധിക്കുക സാധ്യമല്ല. അതാണ് താഅത്തില്ല എന്ന് പറയുന്നത്. അള്ളാഹിനെ അനുസരിക്കാതെ അള്ളാഹിനെ ആരാധിക്കാൻ പറ്റും. അള്ളാഹുവിന് അനുസരണമില്ലാത്ത ഒരു ആരാധനയില്ല. ഒന്നുകൂടി പറഞ്ഞുതരാം ഉദാഹരണം. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ റമദാനിൽ നോമ്പ് നോക്കുന്നു, അത് ഇബാദത്താണ്. കാര്യം എന്താണ്? അത് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട്, അള്ളാഹു പറഞ്ഞതുകൊണ്ട്, അള്ളാഹു കൽപ്പിച്ചത് കൊണ്ട് അവൻ നോമ്പ് നോക്കുകയാണോ? എന്നാൽ ഒരാൾ മേറാജ് നോമ്പ് നോക്കാണ്. മേറാജ് നോമ്പ് നോക്കാണ്, ഞാൻ നോമ്പ് നോക്കാണ്. എന്ത് നോമ്പ്? മേറാജ് നോമ്പ്. പക്ഷെ അള്ളാഹ് കൽപ്പിച്ചിട്ടില്ല, റസൂല് പഠിപ്പിച്ചിട്ടില്ല. ഞാൻ നോറ്റ നോമ്പല്ലേ? ഇബാദത്തല്ലേ? അല്ല.